സോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോയും ഗോഡ് ഓഫ് വാർ ആയിരുന്നു. അപ്പം നമ്മുടെ തേർഡ് പാർട്ടായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം തേർഡ് പാർട്ട് നമ്മൾ ഗോഡ് ഓഫ് വാർ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഗെയിമിങ്ങിൻ്റെ പേര് ഫാർ ക്രൈ ആണ്. ഫാർ ക്രൈ 3 അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫസ്റ്റും സെക്കൻഡും നമുക്ക് തന്ന സപ്പോർട്ട് തന്നെ നമുക്കിതിലും വേണം. അത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമൊക്കെ കുറച്ച് ലാഗുണ്ട്, പിന്നല്ല എൻ്റെ കമ്പനിക്കാരെല്ലാവരും ഉണ്ട്. നമ്മളെ കമ്പനിക്കാർ പിന്നല്ല നമ്മൾ ചില്ല് ചെയ്യാൻ വന്ന ഗേസ്. രമണി, ശാന്തപ്പൻ, രായപ്പൻ എല്ലാവരും ഉണ്ട്. ചില്ല് ചെയ്യാൻ വന്ന ഗേസ്. ട്രിപ്പ് വന്ന അതറിഞ്ഞത് അത് തന്തയില്ല മോളെ എന്നെ കാണിക്കുന്നു. വീഡിയോ കാണിച്ചു തന്നു. ഇതേതറ ഗെയ്സ്, നമ്മളെ തട്ടിക്കൊണ്ട് വന്നേക്കുവാ. നമ്മൾ പെട്ട് ഈ മുട്ടക്കകത്ത് ചകിരിനാര് വെച്ചോണ്ട് നടന്നവനെ. ചകിരി മുട്ട ഏടാ പോട്ട. എന്റെ വായിക്കാത്ത ടേപ്പ് ഊരി വെച്ചിട്ട് ചോദിക്കാം, നീ ഏതാ കഴിവറ മോനെ? ഇന്ന പക്കോ നിന്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് അതാ തോന്നുന്നത്. തല അതിൻ്റെ അകത്ത് കൂടുതലാ ഇങ്ങനെ ചകിരിനാര് തങ്ങി. അവന്റെ മുട്ടത്തലോ, അവന്റെ മുട്ട നോക്ക്. എനിക്ക് എന്താടാ പ്രശ്നം? എന്താടാ ഞാൻ ചിരിക്കും, എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും. നിന്റെ മോന്ത കണ്ടാലും എനിക്ക് ചിരി വരും. തട്ടിക്കൊണ്ട് വരാൻ തോന്നില്ല മോട്ടെ. നീ ഇവന്റെ വായിക്കാത്തേ തോന്നിവാസ ഗൈസ്. ഇവന്റെ വായിന്ന് വരുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ എത്രയോ ഭേദം പറ. നിങ്ങൾ പറ എത്രയോ ഭേദം. ഇതേപോലെ പൊടിയാക്കും. നീ ഇതിൽ തന്നെ അഴിച്ചു വിട്, നിന്നെ പൊടിയാക്കും. ഇതിലും വലിയ യുദ്ധം നമ്മൾ കണ്ടതാ അന്നേരം. അല്ല അണ്ട അടുത്തവൻ വന്നു. ഇവനാണ് നമ്മളെ ചതിച്ചവൻ. ആ കോട്ട് സൂട്ടിട്ട് വരുമ്പോഴേ അറിയാം. ധൈര്യം ഉണ്ട് നീ അഴിക്ക്. ഇവനാരാ? എന്റെ കൂട്ടുകാരനാണ്, ചങ്കബടിയ. ഇവനുണ്ടായിരുന്നു എൻ്റെ കൂടെ ചില്ലിയ. ചങ്ങനെ ഒരു പേര് ഉണ്ടല്ലോ ഗസ്. എന്തോ പേര്? ബുദ്ധിയുള്ളവനപ്പം. അപ്പം ന്യൂട്ടൻ ഇടാം. ന്യൂട്ടൻ പിന്നല്ല എൻ്റെ കൈയൊക്കെ കെട്ടി വെച്ച് വേന അടിക്കുന്നു. നിന്റെ കെട്ടി വെച്ചൊക്കെ വരുന്നു, മനസ്സിലായി. നമുക്ക് എങ്ങനെ ഇവിടുന്ന് ചാടണം? വഴി പറഞ്ഞാ അതന്നെ. ഞാനെ നോക്കി, ഞാനിപ്പോൾ അവനെ വിളിക്കാം. മൊട്ടയുടെ കൂട്ടുകാർ വാ ഇവിടെ വേടാ. ഇതാ കഴിവണം അതോ. ഇവൻ്റെയൊക്കെ വായിക്കാത്ത തോന്നിയാ സഗേഷ്. അപ്പം ഇത് 18 വയസ്സ് ആയവർ കാണുക, അതിന്റെ താഴെ ഉള്ളവർ കാണരുത്. അല്ലാത്ത മൊത്തം തൊഴിൽ ഗേസ്. എന്നെ ഇങ്ങനെ ചുമ്മാ കിടത്തരെ വിളിച്ചോടിക്കുക. നിങ്ങൾ കേട്ടോണ്ടിരിക്കേണ്ടി വരും. ഇപ്പം ഞാനും വെറുതെ മിണ്ടാതിരിക്കും. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. പമ്മി പോണ്ട ഗേസ്. അതുകൊണ്ടൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ? കെട്ടി തൂക്കിയിട്ടേക്കോ ഗേസ്. തൂക്കിയിട്ടേക്കുന്നുണ്ടോ? പാവം. ഞാൻ വരുവാ, ഒന്ന് വെയിറ്റ് ചെയ്യും. മാറി വലിയ ഗ്യാങ്ങാണ് കേട്ടോ ഗേസ്. മാറി വലിയ ഗ്യാങ്ങാ. ഇന്ന് വെള്ളം അടിക്കുക. പന്നി തിന്നുവോ നമ്മളെ? എന്നാ സ്ഥലത്താണ് നമ്മളെ കൊണ്ടുപോയിട്ട് ഇമാര് നമ്മളെന്നാ ചെയ്തു എൻ്റെ അടുത്തൊക്കെ ഗേസ്? നിങ്ങൾ പറ. നമ്മൾ ഓക്കെ, ഞാൻ മിണ്ടത്തില്ല. അതുകൊണ്ട് വെട്ടിക്കീറി എല്ലാത്തിനും കൊല്ലുന്നു നോക്കും. ഞാൻ മിണ്ടത്തില്ല. ശരി, ഇവിടെ ഫുള്ള് ഡേഞ്ചറാ ഗേസ്. ഇവിടെ എന്താണ്ടോ ഉണ്ട്. ലാമ്പ് കിട്ടി, ഫോണ് കിട്ടി, മാപ്പും കിട്ടി. നമുക്ക് എസ്കേപ്പ് ആവാനുള്ള. ഓക്കെ. ഒരുത്തൻ അവിടെ നിൽപ്പുണ്ട് ഗേസ്. അവിടെ നിൽപ്പുണ്ട്. ഇവനെ ഇവിടെ കൈ കാണിക്കുന്നു. ഓക്കെ. ഞാൻ അതിലേ പോകണം. ഓക്കെ, ഞാൻ ഇതിലേ പോരാ. പാട്ടായി അതിലേ അല്ല. പിന്നെ അവൻ എന്നാ അതിലേ പോകാൻ പറഞ്ഞത് ഗേസ്. വെടിവെച്ച് ഓക്കെ. ഇവനിനി നമ്പരുത്. അയച്ചിട്ടുണ്ടല്ലേ ഇവന്റെ തല ഏതോ തല ഇല്ലാത്തവനുണ്ടോ? ഓക്കെ. ഇനി ഞാൻ പോത്തില്ല ആ വഴിക്ക്. നീ വേണം പൊക്കോ, ഞാൻ പോത്തില്ല. ഞാൻ ചെയ്തോളാം. ഇനി നീ അവിടെ മിണ്ടരുത്.
വാ 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 ഓട് ഓട് ഓടാ. ഇവനെയൊക്കെ കല്ലെറിയാൻ ഞാൻ വേണം. കൊന്ന് 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 അവൻ കാരണം അലച്ച് കേസ്. എങ്ങനെയാണ് മറ്റവനെ എങ്ങനെയും ഇപ്പൊ വഴി നമുക്ക് കിട്ടി കേസ്. നമുക്ക് പോവാം. പാത്ത് പോടാ, പാത്ത് പെയ്യ പോടാ. അവിടെ ഇരിക്കും പമ്മി ഇരിക്കും. ഈ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരണം. ഇത്രയും ചത്തത് പോലെ ഞാൻ പറയുന്നു, നീ മിണ്ടരുത്. പാത്ത് പമ്മി ഇരിക്കും അവിടെ. എടാ അവൻ കൊല്ലുവടാ. ഇവനെയൊക്കെ ഒരു ബോധം എന്ന് പറയുന്ന സാധനം ഇവന്റെ തലയിലില്ല. കൊല്ലങ്ങ അവനെ. ഞാനും ചത്തു. ഇതേപോലെ തലയ്ക്കും പിണ്ണാക്കം വെച്ചോണ്ട് നടക്കുന്നവരെ കൂടെ കൊണ്ട് നടക്കുന്നത് ഈ കളി നമ്മൾ കയറിയിരിക്കും ഉറപ്പാണ്. ഇതൊക്കെ ഒടിച്ചു വിടാവോ? പമ്മി പോവും പെയ്യപ്പോ ഞാൻ പോവാ. നീ അവിടെ പുറകെടാ, നീ എന്റെ പുറകെ വേടാ. ഞാൻ എന്റെ പുറകെ വേടാ. ഞാൻ കാണിച്ചു തരാം ബുദ്ധിയൊക്കെ. ഓക്കെ, ഇനി ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. എനിക്കറിയാം. അല്ല അടക്കത്രേ ഉള്ളൂ. എടാ എന്തുവാടാ ഇങ്ങനൊക്കെ കൊല്ലാമോ? പേടി വരുന്നത് എനിക്ക് പേടി. ഓക്കെ 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 ഞാൻ പറയത്തില്ല. നാട്ടിൽ പോയിട്ട് അങ്ങോട്ട് കേസ് കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ സോറി, പേടിച്ചു പറഞ്ഞു പോയതാ. നാട്ടിൽ ചെല്ലട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരൻ കഴിവേറി. തീർന്നു. ആരെയായി വെടി വെക്കുന്നേ? നമ്മളെ കണ്ടോ? അയ്യോ, അവിടെ ആരാണ്ട് കൊന്ന് വെടിവെച്ച് കൊന്ന്. ആണ്ട് TV കാണുന്നു. നമ്മളെ കൂടെ കൂട്ടോ എന്ന് ചോദിച്ചാലോ? ഞങ്ങളെ കൂടെ കൂട്ടോ? TV കാണാൻ ഞങ്ങളെ കൂടെ കൂട്ടുവോ? അയ്യോ, കഥ ആടി 3 ആയിരുന്നു അവര് കണ്ടോണ്ടിരുന്നത്. അത് കാണാൻ വേണ്ടി പോയതാ. പമ്മി പോടാ, പമ്മി പോ. കൊണ്ടിപ്പോണ്ടോ നമുക്ക് വെടിവെച്ച് കൊണ്ടുവന്ന് കാണാം. സൈക്കോ ഒന്ന് രണ്ടെണ്ണത്തെ കൊന്ന്. രണ്ടുപേരെ അടുത്ത് സത്യം ചോദിക്കുക. നമ്മുടെ ഫ്രണ്ട്സാ കേസ്. രണ്ടുപേരെ കൊന്ന്. എനിക്ക് വിഷമം വരുന്നു കേസ്. നമ്മുടെ കൂടെ ഉള്ളവരെ കൊന്ന്. ഇവനെയൊക്കെ പോയി എനിക്ക് കൊല്ലാൻ, പക്ഷെ തോക്കില്ല. അതുകൊണ്ട് പമ്മി പോവാ. ഇനി ഞാൻ TV കാണാനും പോകത്തില്ല. TV കാണാൻ പോയതിന്റെ ക്ഷണം മാറിയില്ല. കഞ്ചാവ് വീടിയൊക്കെ നമ്മള് കഞ്ചാവ് തോട്ടത്തില് ഇമാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലോ? കൂട്ടുകാരൻ കഴിവേറിയത്. കഞ്ചാവിന്റെ മണം അടിച്ച് കിറുങ്ങിയിരിക്കുകയാണ് ഇവിടെ. പോണ്ടേ? ഇവനൊക്കെ കല്ല് വരുന്ന വഴിയോ അറിയത്തില്ല. ഐസക് ന്യൂട്ടന്റെ മോനെ വാടാ. പമ്മി പോണേ, അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലും. ഇപ്പൊ കാര്യത്തിൽ തീരുമാനമാവും. ഹെലികോപ്റ്ററൊക്കെ പോകുന്നത് ഹെലികോപ്റ്റർ കണ്ടില്ല. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാരും വെട്ടി കരിഞ്ഞ് അവിടെ ലോറിയൊക്കെ പോകുന്നു. പട്ടാളക്കാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ജോണേ ഒരു ട്രിപ്പ് പോയ ഓർമ്മയുള്ളൂ കേസ് ഞങ്ങൾക്ക്. എന്നാണ് ഇത് സെറ്റ് സാധനം. ഭാഗത്ത് വരങ്ങി പോവാ, അല്ലെങ്കിൽ ഇപ്പൊ അമ്മമാരുടെ ശാപ്പാടാവും. ചട്ടിയിലിട്ട് ഇന്ന് അമ്മമാര് വറക്കും, അല്ലെങ്കിൽ 6 പ്രാവശ്യം ചോളം അടിച്ച് കുളമാക്കുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് കേസ് നമ്മൾ. പിന്നല്ല, ഞങ്ങൾ മാപ്പ് നോക്കി വെച്ച് നമുക്ക് ചാടാടാ. അത് തന്നെ, മാപ്പ് കിട്ടിയല്ലോ, പിന്നെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ മാപ്പ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ എനിക്ക് നോക്കാൻ അറിയത്തില്ല. ഞാനിപ്പോ ചാവരുത്, ഞാനുണ്ട് നിന്റെ കൂടെ. ചാവല് ഞെക്കി കൊന്നു കേസ് ഞാൻ എന്റെ കൂട്ടുകാരനെ. നീ എന്നാ കഴിവെടുത്ത കാണിച്ച? നീ എന്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന ഓയോടാ. ധൈര്യം കൊണ്ട് ഇറങ്ങി വാടാ. അയ്യോ, ധൈര്യം കൊണ്ട് അവൻ എന്നെ അടുത്ത് ഓടാനാ പറഞ്ഞത്. ഓടി രക്ഷോട്ട് ഓടിക്കോട്ടെ എന്നെ വെടിവെക്കുന്നു. എനിക്ക് പണി കിട്ടി. ഓടിത്തള്ളട്ടെ. കൊന്നു തന്നെ. എവിടുന്നൊക്കെയാടാ അടി വരുന്നത്? അതിലോട്ട് മുങ്ങിയ പാടാ നീയൊക്കെ. ദൈവമേ, കണ്ണും കാണുന്നില്ല. ഇതിന് ദൈവമില്ല. അതുകൊണ്ട് പൊട്ടക്കിണറ്റിപ്പോയി വീണ് കേസ്. ഇത് പൊട്ടക്കിണറല്ലായിരുന്നു. ഇത് എങ്ങനെ പോയി? ഇവന്റെയൊക്കെ എവിടുന്നൊക്കെ ഇവന് വെടി വെക്കുന്നത്? ഹെലികോപ്റ്ററിൽ വരുന്നതാ. ഇവന്മാര് ചില്ലറ ടീമല്ല കേട്ടോ നമ്മളെ അറ്റാക്ക് ചെയ്തത്. ഇവന്മാര് ഭയങ്കര സീൻ സാധനമാണ്. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷമാണ് നമ്മള്. ഇവന്മാര് ഭയങ്കര സീനാട്ടോ. ഹെലികോപ്റ്ററിൽ നമ്മൾ തപ്പുവാ.
ഓടി രക്ഷോട്. പോട്ടെ. അയ്യോ അതാറാ നമുക്ക് പണി കിട്ടി. കേറിപ്പോ. പിന്നല്ല എനിക്കറിയത്തില്ല സിനിമ ഈ വഴിയൊന്നും എനിക്കറിയത്തില്ല, ഓടിച്ചില്ല. അതുകൊണ്ട് ഉമ്മമാര് ഹെലികോപ്റ്ററിൽ വന്ന് വെടിവെക്കുന്നു. എന്ത് വേണം, ഞാൻ കണ്ടെയ്നർ പോലെ വന്നടാ അവർക്ക് ഹെലികോപ്റ്ററിൽ വന്ന് വെടിവെക്കാൻ. എനിക്ക് മുറിവ് പറ്റി കേസ്. അല്ല അങ്ങനെ നമ്മൾ ഒരു ഗുഹയ്ക്കകത്തിരുന്നു. ധൈര്യം ഉണ്ട്, ഗുഹയ്ക്കകത്ത് വാടാ നീയൊക്കെ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എനിക്കൊന്നും വരാൻ പറ്റുന്നില്ല, പിന്നെ നിനക്കൊക്കെ നിന്നവന്റെ പെടലി അവന്റെ കണ്ണാടി കാണുമ്പോഴേ അറിയാം. ഇന്നവന്റെ കണ്ണാടി കുത്തി ഇറക്കുന്നു. കണ്ണിനാട്ടായിരുന്നു ഇറക്കണ്ടേ. സോറി ഓടി തെള്ളടാ. നമ്മൾ ഇന്ന് ഇവിടെ ഓടി വെച്ചിട്ട് അമ്മ പട്ടി വന്നാക്കുന്നു. നമ്മള് ചില്ലറ ടീമല്ല കേട്ടോ. ഇന്ന് തീരുന്നു കേസ്. അതുകൊണ്ട് എവിടെ പോയി അവസാനമായിട്ട് പാലവും പൊളിച്ചു കളഞ്ഞ് കാര്യത്തിൽ തീരുമാനമായി. വെള്ളത്തിൽ മുങ്ങിച്ചാവുക. ഒരു ട്രിപ്പ് വന്നതാ, അതേ ഓർമ്മയുള്ളൂ. എവിടെ വന്നു, കടലിന്റെ അടി വന്ന് കേസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ടൈറ്റിൽ നമ്മൾ കണ്ടല്ലോ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു വാച്ച്.